അതിലെ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോന്നിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജിനേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനായി മുഖ്യമന്ത്രി വരികയാണ്. മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖമായിട്ടുള്ള മുഖ്യമന്ത്രിയെയാണ് അവരിങ്ങനെ വേദികളിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം ഇങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ, ആ കാര്യം ഈ കാര്യം എല്ലാം അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാതെ സദസ്സിലുണ്ടായിരുന്ന അവരുടെ പാർട്ടി അനുഭാവിയാണെന്ന് തന്നെ തോന്നുന്നു, അനുഭാവിയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനോ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അറിയാതെ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മറുപടി വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ആ ചോദ്യം ചോദിക്കാണ്ടെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അത് ചോദിച്ചാൽ അനൗചിത്യക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ അനൗചിത്യം ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അത്തരത്തിലൊരു മറുപടി അവിടെ വേണ്ടതാണോ? ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ ഈ കൺവെൻഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. അപ്പോൾ അതില് ജനസമ്പർക്ക പരിപാടി അങ്ങനെ തന്നെ നമുക്ക് അതിനെ വിളിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, വികസന പദ്ധതിയെ പറ്റിയിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള എന്തോ ഒരു വിലക്ക് ഈ ഭരണാധികാരിയോടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഈ ശ്രീ പിണറായി വിജയനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല. 10 വർഷമായില്ലേ ചേട്ടാ, 10 വർഷമൊക്കെ ഒരാൾക്ക് അധികാരം തലയ്ക്ക് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊന്നും മാത്രമേ ഇതിൽ കണക്കാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതിൽ പ്രധാനമായും ജനങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമുക്കും തെറ്റുകളൊക്കെ പറ്റാം, ആ രീതിയിൽ നിങ്ങൾക്ക് പറ്റിയ 2ാം തവണത്തെ തെറ്റായി പോയി ഇതെന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൈക്കിനോട് കലഹിക്കുന്ന ശ്രീ പിണറായി വിജയനെ കാണിക്കുന്നുണ്ട്, സ്വന്തം പാർട്ടി അംഗങ്ങളോട് തന്നെ കലഹിക്കുന്ന, എന്നാ പിന്നെ താനിരുന്ന് മത്സരിക്കുക, അല്ലെങ്കിൽ താനിരുന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, ഇത്തരത്തിൽ ധാർഷ്ട്യത്തിൽ സംസാരിക്കുന്ന ശ്രീ പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കടക്ക് പുറത്തുന്ന രീതിയിൽ മാധ്യമങ്ങളെ ആട്ടിപ്പായിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട്, അതാണ് സത്യാവസ്ഥ. അതിനുശേഷം അവസാനമായി ഈ മുഖങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വൻതോതിൽ പൈസകൾ ഇറക്കി അഭിമുഖങ്ങൾ സൃഷ്ടിക്കുന്നു, സിനിമാ താരങ്ങളുമായി അഭിമുഖങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം വൻകിട ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് ഇതാണ് എന്റെ മുഖം, എനിക്ക് ധാർഷ്ട്യത്തിന്റെ മുഖമില്ല, എനിക്ക് സ്നേഹത്തിന്റെ മുഖമാണെന്ന് എത്ര ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ വിഷം ഏതെങ്കിലും ഒക്കെ നിമിഷം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇതിന്റെ അകത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ വേളയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ശുഭിതനായി സംസാരിക്കുന്നത്. താൻ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഉത്തരം പറയുന്നത്. ഇതിനാരാണ് മറുപടി കൊടുക്കേണ്ടത്? നിങ്ങൾ ജനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ സദസ്സിലേക്ക് നിന്ന് ഒരാൾ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണം കയ്യിൽ ഏൽപ്പിച്ച നിങ്ങളുടെ ഭരണാധികാരി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് 2ാമത് പറ്റിയ പിഴവ് തന്നെയാണ്. നിങ്ങളുടെ മണ്ഡലങ്ങളിലെ പ്രതിനിധികളെ നോക്കി നിങ്ങൾ ജയിപ്പിക്കുന്ന സമയത്ത് ഈ പ്രതിനിധികളെല്ലാം കൂടെ ചേർന്നിട്ട് ഭരണാധികാരിയാകാൻ പോകുന്നത് ഒരു ഹിറ്റ്ലറോ നെപ്പോളിയനോ ആണെങ്കിൽ അതിന്റെ പിഴവ് ആരാണ് അനുഭവിക്കേണ്ടത്? ഇത്തരത്തിലൊരു ഭരണാധികാരിയെ ആർക്കാണ് ആവശ്യം? വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. വീട്ടിൽ കയറി വന്ന് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇത്രയും ധാർഷ്ട്യമൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്, മുത്തം തരുന്നത് കാണുന്നുണ്ട്, തരാതെ അല്ലെങ്കിൽ ഇത്ര കാലമായി ആ പഞ്ചായത്തിൽ പോലും കാണാത്ത പല പ്രതിനിധികളെയും ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വൻകിട അല്ലെങ്കിൽ ഈ പ്രകടന പട്ടികയ്ക്കകത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന വികസന പദ്ധതികളെ പറ്റി സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ അവിടുത്തെ ഭരണാധികാരിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതൊരു ഏകാധിപത്യ നിലപാട് തന്നെയാണ്, ഒരു പട്ടാള ഭരണ രീതി തന്നെയാണിത്. കാരണം അവിടെയൊക്കെ ഇങ്ങനെയാണല്ലോ, നമുക്ക് കൃത്യമായി അനുവാദമൊക്കെ ചോദിച്ച് ഇയാൾ വേണോ, ഇയാളോട് ചോദിക്കണ്ടായോ എന്നുള്ള ആ ഒരു അനുവാദത്തിന്മേൽ മാത്രമല്ലേ നമുക്ക് ഭരണാധികാരിയെ കാണാൻ സാധിക്കുള്ളൂ. ഇത് ജനാധിപത്യമാണെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നു, തൊഴിലാളി വർഗത്തിനോടൊപ്പമാണെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ് ഞങ്ങളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആരുടെ വീട്ടിലാണ് പോയി ചോദിക്കേണ്ടത്? ശ്രീ പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു നമുക്കുള്ള അവകാശങ്ങളെ പറ്റിയിട്ട്. ഇപ്പോ പറയാൻ പോകുന്നത് ഇതിനകത്തിൽ ചോദ്യം ചോദിച്ച ആൾക്ക് പരാതിയില്ലെന്നായിരിക്കും. പക്ഷെ ചോദ്യം ചോദിച്ച ആൾ ആരോ ആകട്ടെ, പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിനാണ് ഇവിടെ പ്രസക്തി. ശ്രീ പിണറായി വിജയൻ, നിങ്ങളുടെ വാക്കുകൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ തെറ്റാണെന്ന് ജനങ്ങൾ ആട്ടിയിറക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം, ഒരു ഹിറ്റ്ലർ പോലും ഇവിടെ വിജയനായി അല്ലെങ്കിൽ അത്ര വിജയശ്രീ ലാളിതനായി അല്ലെങ്കിൽ മരണത്തോളം എത്തിയിട്ടില്ല. അവർക്കും തോൽവി സംഭവിച്ചിട്ടുണ്ടായിരുന്നു, നെപ്പോളിയനും തോറ്റിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ധാർഷ്ട്യം ഇവരെയൊക്കെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഇദ്ദേഹത്തിനെ വെച്ചിട്ട്. പക്ഷെ എന്നാൽ പോലും പറയുകയാണ്, നമുക്ക് ഒരു ഞാനെന്ന ഭാവം, അഹംഭാവം എന്ന് ഉടലെടുക്കുന്നുണ്ടോ അന്ന് തൊട്ട് നിങ്ങളുടെ അധപതനത്തിലേക്കാണ് കടക്കുന്നത്.
നടക്കുന്നത്. പക്ഷേ ഇത്രയധികം സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയധികം ഭരണത്തിലിരുന്നിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരാൾ പോലും നിങ്ങളെ നോക്കി നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ഇത്രയധികം ഈ പിടിച്ചെടുത്ത് എല്ലാവരെയും അടിച്ചൊതുക്കി ഈ ഒരു സ്ഥാനത്ത് നിലകൊണ്ടത്? പിന്നീട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ കസേര, നിങ്ങൾ ഇരിക്കുന്ന ഈ ഭരണ കുപ്പായം ഇട്ടിരിക്കുന്ന ഈ കസേര, ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ അല്ലെങ്കിൽ ഇത് പാർട്ടി സ്വത്താണോ? പാർട്ടി അംഗങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടാണോ നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്? എങ്കിൽ ഇനി നിങ്ങൾ കൺവെൻഷനുകളിൽ പോയി പറയണം. കൺവെൻഷനുകൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഉറച്ചു പറയേണ്ടിയിരിക്കുന്നു, ഞങ്ങൾക്ക് സാധാ ജനങ്ങളുടെ വോട്ട് ആവശ്യമില്ല, ഞങ്ങൾക്ക് പാർട്ടി അംഗങ്ങളുടെ വോട്ട് മാത്രമേ ആവശ്യമുള്ളൂ. പാർട്ടി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടി കൺവെൻഷനുകളിൽ മാത്രം വരുന്നവരോട് മാത്രമേ എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ പൊതുജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോ പറയുന്ന രീതി നോക്കുകയാണെങ്കിൽ 2000-2500 രൂപ പെൻഷൻ തരുന്നുണ്ടല്ലോ. പെൻഷൻ പറ്റി അല്ലെങ്കിൽ ശാപ്പാടടിച്ചിട്ട് എനിക്ക് വോട്ട് തന്നില്ല എന്ന് നിങ്ങളുടെ ഒരു മുൻ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നിലപാട് തന്നെയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്? വീട്ടിലിരുന്നാൽ മതി നീയൊക്കെ, കാരണം ഞാൻ ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഞാൻ പറയുന്നത് നീയൊക്കെ കേട്ടാൽ മതി. പാർട്ടി അടിമകളല്ല ചേട്ടാ, ജനങ്ങളെ അടിമകളായി കാണുന്ന ഒരു ഭരണാധികാരിയെയാണ് ആ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം രണ്ടാമതൊരു ടേം കൂടെ, അതായത് ബംഗാളിൽ 35 കൊല്ലം സഹിക്കേണ്ടി വന്നു. 35 കൊല്ലം ഈ ഭരണം സഹിച്ചിട്ടാണ് ഇപ്പോൾ അവിടുന്ന് ആട്ടിയിറക്കിയതിന് തുല്യമാണ് ഇപ്പോൾ CPM ഇല്ലാത്തത്. ഇവിടെ 2 ടേം ആയപ്പോൾ തന്നെ ഇത്രയും ധാർഷ്ട്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇനി നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ജനം തീരുമാനിക്കും. കാര്യം ഇത് പാർട്ടിക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ചോദ്യം ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന ഒരു സൗമ്യ മുഖത്തോടെ പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഇന്ന് ആ പാർട്ടി പ്രവർത്തനം വേണമെങ്കിൽ ഇദ്ദേഹം വിളിക്കും. അതായത് ഇപ്പോൾ എത്ര PR വർക്കുകൾ നടത്തിയിരുന്നാലും, എത്ര തന്നെ മുഖത്ത് പൗഡറിട്ട് അദ്ദേഹം വന്നിരുന്ന് സംസാരിച്ചിരുന്നാലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ മുഖത്തെയാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ട് തേടി പോകുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാനുള്ള വോട്ട് കൂടെ ഇല്ലാതാകും. കാരണം ഇപ്പോൾ ആതിര പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് പാർട്ടിക്കാരുടെ വോട്ട് മാത്രം കൊണ്ടാണെങ്കിൽ പാർട്ടിക്കാരുടെ മാത്രം മുഖ്യമന്ത്രി അല്ല. രണ്ടാമത് ഒരിക്കൽ കൂടെ നിങ്ങൾ അറിയാതെ എന്തോ നിങ്ങളുടെ ഒരു ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സമയമായതുകൊണ്ട് ജനം അറിയാതെ ഒന്ന് നിങ്ങളെ ജയിപ്പിച്ച് വിട്ടുപോയി. അതിന് അവർ അനുഭവിക്കാവുന്ന അത്രയും അനുഭവിച്ചു. അപ്പോൾ ഈ ഭരണത്തിന്റെ അവസാന നാളുകൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന അവസരത്തിലെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും മാന്യനായിട്ട്, അതായത് ഇപ്പോൾ ഈ കണ്ട PR വർക്കുകളൊക്കെ ചെയ്തിട്ടും അദ്ദേഹം എന്താണ് എന്നുള്ളത് ശരിക്കും ആ പുറംപോച്ച പൊട്ടിച്ച് അദ്ദേഹം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന കണ്ണൂർ തന്നെയുള്ള പലരും പറയുന്നത് നമ്മൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും വെറുതെ അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ട് പറയണം. സത്യത്തിൽ ഇദ്ദേഹം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ട വേദിയിൽ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊന്നും കൂടി പറയേണ്ടത്, ഇന്നലെ തിരുവല്ലത്ത് മറ്റോ പത്രപ്രവർത്തകരോടും അദ്ദേഹം ഇതേപോലെ തട്ടി കയറി എന്നും പറയുന്നുണ്ട്. അല്ല, ഇത്രയും ധാർഷ്ട്യവും ഇത്രയും പ്രശ്നവും ഈ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ? ഇനി എന്തിനാണ് ഈ ജനത്തിന്റെ മേലിൽ തോളുകൈ? ഇനി ഇതിനെ വീണ്ടും സഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ജനം ചോദിക്കുന്നത്. കാര്യം ഒരു പ്രായം കഴിയുമ്പോൾ പ്രായാധിക്യത്തിന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജനത്തിനുണ്ടാവും. ഇപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുള്ളൊരു മനുഷ്യനാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് തേടി പലയിടങ്ങളിൽ എത്തുന്നത്. ഇപ്പൊ കോന്നിയിൽ ജനീഷ് കുമാറിന് എന്തെങ്കിലും ഒരു 10 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് കരുതിയെങ്കിൽ പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം കൊണ്ട് തിരിഞ്ഞു കുത്തുന്ന രീതിയിലോട്ട് പോകത്തേ ഉള്ളൂ. കാര്യം ഇതിപ്പോ പിന്നെ ഒരു ഹിറ്റ്ലറും മുസോളിനിയും നെപ്പോളിയനും എന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ? അല്ലെങ്കിൽ പോട്ടെ, അവരുടെ പാർട്ടിയിൽ തന്നെ സ്റ്റാലിനായിരുന്നു അവരുടെ സോവിയറ്റ് യൂണിയനിൽ ഈ ഭരണത്തിന്റെ നാശത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഇവർക്ക് അവരുടെ പാർട്ടിയുടെ കേന്ദ്ര ഘടകത്തിനെ നിയന്ത്രിക്കുന്നത് പോലും ഇവിടുന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊടുക്കുന്ന കാശ് കൊണ്ടെന്നാണ് പറയുന്നത്. ബേബി അടങ്ങുന്ന അവിടെ ഡൽഹിയിലെ പാർട്ടി ഓഫീസിന്റെ വാടക പോലും അല്ലെങ്കിൽ പോട്ടെ അവിടുത്തെ നിത്യച്ചെലവ് പോലും നടക്കുന്നത് ഇവിടുന്ന് കാശ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മഹത് വ്യക്തിയെ ഉയർത്തിക്കാട്ടിയ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇതുവരെ അദ്ദേഹത്തെ പേടിച്ച് നിന്നിരുന്നവർ, ഈ മനുഷ്യൻ ഒറ്റ ഒരാൾ കാരണമാണ് ഈ ഭരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു വെറുപ്പ് ഈ പാർട്ടിക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം സംഘടനയിൽ ഉണ്ടായത് എന്ന് ഒരു വ്യക്തിയെങ്കിലും ചങ്കൂറ്റത്തോടെ പറയുന്നത് ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പറയുമെന്നുള്ള കാര്യം. അത്ര കണ്ട് ഇദ്ദേഹത്തെ ചേട്ടാ ഇപ്പൊ ഈ വാക്യം തന്നെ പറയാൻ പോകുന്നത് ഇത് ഈ നാട്ടിലെ ഭാഷയാണ് അല്ലെങ്കിൽ നാട്ടുഭാഷയാണ്, ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇതിപ്പോ പറഞ്ഞത് പാർട്ടി അനുഭാവിയോട് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിഷയമില്ല, എന്റെ തെറ്റാണെന്ന്. അതിൽ പരം നാണക്കേട് എന്താണ് നമ്മുടെ രാജ്യത്തുള്ളത്? ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നു. അപ്പോ ഞാൻ എനിക്ക് ചോദ്യം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്തം അയാൾക്കില്ലേ? അല്ല, ഒരു വേദി
ഇഷ്ടമല്ലെങ്കിലും അതിന് മറുപടി പറയാം, അദ്ദേഹത്തിന് പറയാം. ഭരണാധികാരിയല്ലേ, ജനപ്രതിനിധി തന്നെയല്ലേ ഇവരെ വിളിക്കുന്നത്. ജനപ്രതിനിധി അല്ല, രാജാവെന്നൊന്നും. രാജാവാണെങ്കിൽ ഈ വാഴുന്ന അനുസരിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുത്തുവിടുന്നതാണ്. ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളെന്നല്ലേ അർത്ഥം. അല്ല, എന്തിനാണ് അപ്പൊ ഇങ്ങനെ ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നത്? വീട്ടിലിരിക്കാൻ പറയുന്നു. ഇതൊരു സാധാരണ ജനത്തിനോടാണ് പറയുന്നത്. ഒരാള് വളരെയധികം വിഷമം അനുഭവിച്ചു. ഇയാളിപ്പോ എന്തോ ഒരു പദ്ധതിയെ പറ്റിയിട്ട് എന്തോ ഈ ശ്രീ പിണറായി വിജയന് ഗുണമായിട്ടുള്ള എന്തോ സംശയം തന്നെയാണ് ചോദിക്കാൻ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം പാർട്ടി അനുഭാവിയാണ്, എതിർ ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വരികയും ഒരു ചോദ്യം ചോദിക്കാൻ വരുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എങ്കിൽ അതിൽ കൂടുതൽ എന്ത് ട്രോമയാണ് നിങ്ങൾ എന്നൊരാൾ അവർക്ക് കൊടുക്കാതിരിക്കുന്നത്? കാരണം അവര് ജന്മത്തെ, അവരുടെ മരണം വരെ അവരത് മറക്കില്ല. കാരണം അപമാനം, നിങ്ങൾ ആലോചിക്കണം, ശ്രീ പിണറായി വിജയൻ അപമാനം എന്ന് പറയുന്നത്, അതെ, വാക്കുകൊണ്ടുണ്ടാവുന്ന ആ ഒരു അത്രയും വലിയ സദസ്സിൽ നിങ്ങൾ ആ ഒരു വ്യക്തി, ആ ഒരു അപമാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു വ്യക്തിയോടല്ല ഇപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്, ഒരു ജനതയോടാണ്. നിങ്ങൾക്ക് വോട്ട് കുത്തിയ ഓരോ ജനങ്ങളും ഇത് കാണണം. കാരണം ഇത് നിങ്ങളുടെ നെഞ്ചത്തു കൂടിയാണ് ഈ ഒരു അപമാനം വരേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വമില്ലെന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇത്രയധികം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പുറമോടിയായിട്ടുള്ള അഭിമുഖങ്ങളൊന്നും അല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ ആരെയൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ തല്ലി ചതച്ചിട്ടുണ്ടോ, അതൊക്കെ കണക്ക് ചോദിക്കേണ്ട അല്ലെങ്കിൽ കണക്ക് ചോദിക്കാതെ കാലം പോകില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ കാലം അത് നിങ്ങളുടെ അല്ലെങ്കിൽ വിരൽത്തുമ്പിലാണ് ആ ഒരു കാലത്തിന്റെ നിർണായക നിമിഷം എന്ന് പറയുന്നത്. എനിക്ക് ആഗ്രഹമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു റീലിനെ പറ്റി പറഞ്ഞില്ലേ, 2 ബസ് 3 ബസ് വരുന്ന സമയത്ത് LDF-ൽ കയറണോ UDF-ൽ കയറണോ, എനിക്ക് പട്ടാള ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ കൂടെയുള്ള ഒരു ബസ്സിൽ കയറാൻ എനിക്ക് താല്പര്യമില്ല. അത് പാർട്ടിയോടുള്ള എതിർപ്പല്ല, അല്ലെങ്കിൽ പാർട്ടിയെ എനിക്ക് ഇഷ്ടമല്ലായ്മയല്ല. കമ്മ്യൂണിസം എന്ന പാർട്ടിയോട് അതിയായ സ്നേഹമുള്ളത് കൊണ്ട് പറയാണ്, ഇങ്ങനെ ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ. പകരം നിങ്ങളുടെ മുഖമായി മറ്റേത് ഭരണാധികാരിയെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും, ഏതൊരു സഖാവിനെ നിങ്ങൾ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇത്തരം ഏകാധിപത്യ ഭരണമുള്ള, തന്റെ കൂടെയുള്ളവരെ പോലും ഇങ്ങനെ ആട്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ കണ്ടുകൂടാത്ത ഇങ്ങനെയൊരു നേതാവിനെ നമ്മൾക്ക് ആവശ്യമില്ല.